ഇടവം രാശി കാർത്തികമുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി. സൂര്യനുമായി 15 ഡിഗ്രിയിൽ താഴെ അടുത്തു വരുമ്പോഴാണ് ശനി മൗഢ്യമാകുന്നത്. ശനി ഒരു നിയന്ത്രണ ഗ്രഹമാണ്. ഇടവം രാശിയെ സംബന്ധിച്ച് ശനി 9, 10 ഭാവങ്ങളുടെ അധിപനാണ്, അതായത് യോഗകാരകൻ. ഭാഗ്യത്തിന്റെയും കർമ്മത്തിന്റെയും അധിപനായ ശനി മൗഢ്യമാകുമ്പോൾ കരിയറിൽ നിങ്ങൾ നേരിട്ടിരുന്ന കഠിനമായ പരീക്ഷണങ്ങൾക്ക് ഒരു അയവ് വരുന്നു. ഇടവം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി വരുമാനത്തിൽ ഒരു ഡിലേ, സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണകൾ, നെറ്റ്വർക്കിങ്ങിലും ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുഭവപ്പെട്ടിരിക്കാം. ഇതിനുള്ള പ്രധാന കാരണം ശനി ലാഭസ്ഥാനത്തിൽ, അതായത് ഗെയിൻസ് ഹൗസിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ശനി സാധാരണയായി വിജയവും ഫലവും നൽകും, എന്നാൽ അത് പലപ്പോഴും വൈകിയെത്തുന്ന അനുഗ്രഹമായിരിക്കും. ഇപ്പോൾ ശനി മൗഢ്യത്തിലായിരിക്കുന്ന സമയമായതിനാൽ ശനിയുടെ കർക്കശമായ നിയന്ത്രണഭാവം കുറയുന്നു. അതുകൊണ്ട് നിന്നുപോയിരുന്ന പദ്ധതികൾ വീണ്ടും മുന്നോട്ട് നീങ്ങാം, വൈകിയിരുന്ന വരുമാനം ലഭിക്കാം, പഴയ കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി സഹായിക്കാം, അൺഎക്സ്പെക്റ്റഡ് ഇൻകം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും. ശനി നമ്മളോട് ഈ സമയത്ത് പറയുന്നൊരു സന്ദേശം ഇതാണ്: നീ ഇത്രയും കാലം ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ഫലം അനുഭവിക്കുന്ന സമയം എത്തിയിരിക്കുന്നു. കരിയർ അല്ലെങ്കിൽ പ്രൊമോഷൻ നോക്കാം. നിങ്ങൾക്ക് ഇതൊരു സുവർണ കാലമാണ്. ശമ്പള വർധനവ്, സാലറി ഹൈക്ക്, സ്ഥാനക്കയറ്റം എന്നിവയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള സമയമാണിത്. സീനിയർ ഓഫീസർമാരിൽ നിന്ന് അനുകൂലമായ റിപ്പോർട്ടുകൾ ലഭിക്കും. ഇടവം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ്, അതായത് ലാഭസ്ഥാനത്തിലാണ് ഈ മൗഢ്യം നടക്കുന്നത്. സൂര്യൻ ഇവിടെ ശനിയേക്കാൾ ബലവാനാണ്. സൂര്യൻ അധികാരത്തിന്റെ ഗ്രഹമാണ്. സൂര്യൻ ശനിയെ മറയ്ക്കുമ്പോൾ ശനി സൃഷ്ടിച്ചിരുന്ന തടസ്സങ്ങൾ, ഉദാഹരണത്തിന് മേലുദ്യോഗസ്ഥരുടെ കർശന സ്വഭാവങ്ങൾ, അതൊക്കെ സൂര്യന്റെ പ്രഭാവത്താൽ ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ലഭിക്കുമെന്ന് പറയുന്നത്. സാധാരണ ശനി 11ൽ നിൽക്കുമ്പോൾ ലാഭത്തിന് ചെറിയ താമസം വരുത്താറുണ്ട്. എന്നാൽ മൗഢ്യമാകുമ്പോൾ ഈ കാലതാമസം മാറി കാര്യങ്ങൾ വേഗത്തിലാകുന്നു. റിസർച്ച് വിദ്യാർത്ഥികൾക്ക് ഗൈഡിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കും. സാമ്പത്തികമായി കുടിശ്ശിയായിരുന്ന പണം തിരികെ ലഭിക്കും. ബിസിനസ്സിൽ വലിയൊരു ഓർഡർ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു.